ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ദേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ദേ പെട്ടികളും എൻ്റെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ എവിടെയോ യാത്ര പോകുന്നുണ്ട്. അതേ നമ്മൾ ഇന്ന് നാട്ടിലേക്കാട്ടോ പോകുന്നത്. നാട്ടിലേക്ക് പോകുന്നതിന് പ്രത്യേകതയുണ്ട്. നമ്മൾ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല, ഒരു സർപ്രൈസ് വിസിറ്റാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ 6 മണിയായി. നമുക്ക് 6:30 ആകുമ്പോഴത്തേക്കും ക്യാബ് വരും കേട്ടോ. നമ്മൾ ഇവിടുന്ന് പോകുന്നത് ക്യാബ് എടുത്ത് ബസ് സ്റ്റേഷൻ പോവും. അവിടെ നിന്ന് ബസ് എടുത്ത് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിലേക്ക്, അവിടെ നിന്നാട്ടോ നമുക്ക് ഫ്ലൈറ്റ്. അപ്പം ഇവിടുന്ന്, അതായത് നമ്മളിപ്പോൾ നോർവിച്ചിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ നോർവിച്ചിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് എയർപോർട്ടൊന്നുമില്ല, അടുത്തുള്ള എയർപോർട്ട് വരുന്നത് സ്റ്റാൻസ്റ്റഡാണ് വരുന്നത്. അപ്പം ഇവിടുന്ന് നമുക്ക് 7 o'clock കേട്ടോ ബസ് ഒരു 10 o'clock ആകുമ്പോഴത്തേക്കും സ്റ്റാൻസ്റ്റഡ് എയർപോർട്ട് എത്തും. പിന്നെ അവിടുന്ന് 2 മണിക്ക് ഫ്ലൈറ്റ്. അപ്പം എന്തേ ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും റെഡിയായി, അവിയൊക്കെ റെഡിയായിരിപ്പുണ്ട്, എല്ലാവരും റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി പോകുന്ന വഴിക്ക് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അപ്പം നമ്മൾ ഇറങ്ങാൻ സമയമായിട്ടോ. നമ്മൾ ബാഗൊക്കെ എടുത്ത് താഴെ കൊണ്ടുപോകാം. നമ്മൾ 3rd ഫ്ലോറിലോട്ടോ താമസിക്കുന്നത്. അപ്പം ബാഗൊക്കെ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ബാഗൊക്കെ കൊണ്ട് വെക്കട്ടെ. ഇപ്പോൾ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് എളുപ്പമുണ്ടല്ലോ. ക്യാബ് വരുമ്പോഴത്തേക്കും നമുക്ക് അന്നേരം പോയാൽ മതി. സോ ഞങ്ങൾ ബാഗ് കൊണ്ട് വെച്ചിട്ട് വരാം. ഇതിൻ്റെ ഇടയ്ക്ക് അവി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാബൊക്കെ പിടിച്ച് ബസ് സ്റ്റേഷനിലെത്തി കേട്ടോ. ബസ് സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോൾ എന്ത് കാണിച്ചാലും എനിക്ക് ഇത് ട്രോളി തരുന്നില്ല. അവൻ തന്നെ തള്ളാണെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞാനും അവയും കൂടെ ട്രോളിയൊക്കെ എടുത്തിട്ട് വരും കേട്ടോ. പിന്നെ 6 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല തണുപ്പുണ്ടായിരുന്നു. ടെമ്പറേച്ചർ ഏകദേശം 0 ഡിഗ്രി ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പ്. പിന്നെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്ന കാരണം അതിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇട്ട്, ഇല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമ്പോഴാണെങ്കിലും അവിടെ ഇറങ്ങുമ്പോൾ നല്ല ചൂടായിരിക്കും. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ഒത്തിരി തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിലേക്ക് പോകാനാണെന്ന് തോന്നുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ബസ് സ്റ്റേഷനിൽ. അങ്ങനെ ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി ഞാനും അവയും കൂടെ പോയി ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചു. എവിടെ ഇരിക്കാൻ പറ്റുന്നതെന്ന് നോക്കി കുറച്ച് ഒരു മിഡിലായിട്ടാട്ടോ നമ്മൾ ഇരുന്നത്. അങ്ങനെ ബസ്സിലൊക്കെ കയറി എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നമ്മളായിരുന്നു ഫസ്റ്റ് കയറിയത്. പിന്നെ ആൾക്കാരൊക്കെ കയറാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അതെ, അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി, ബസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നോർവിച്ചിൽ നിന്നാണ്. നോർവിച്ചിൽ നിന്ന് നമ്മളിപ്പോൾ സ്റ്റാൻസ്റ്റഡിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂർ, 3 മണിക്കൂറുണ്ട് കേട്ടോ നമുക്ക് എയർപോർട്ടിലേക്ക്. അപ്പം ബസ് ഇവിടുന്ന് എടുത്തു. അപ്പം നമുക്കിനി എയർപോർട്ടിൽ കാണാം. നമ്മളപ്പം എയർപോർട്ട് എത്തി. നല്ല ട്രാവലൊക്കെ കഴിഞ്ഞ് നമുക്ക് പയ്യെ ഇറങ്ങാം. ഇവിടെ വാ. അപ്പം നമ്മൾ ബാഗ് ചെക്കിനൊക്കെ കഴിഞ്ഞു. നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് പോവാം. സെക്യൂരിറ്റി ചെക്കിനകത്ത് കയറിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്നാട്ടോ വിചാരിച്ചേക്കുന്നത്. സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി. നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, കാരണം രാവിലെ 10 മണിയായി ഏകദേശം സമയം. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി പരിപാടികൾ. പിന്നെ ഇവിടുത്തെ ഷോപ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ ഷോപ്പ് ചെയ്യാം. പിന്നെ അവി നല്ല വഴക്കാണ്, അവിക്ക് നന്നായിട്ട് വിശക്കണുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വണ്ടി വെച്ച് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. എങ്കിലും ആൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്കപ്പം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങനെ നടന്നതേ നമ്മൾ ബർഗർ കിങ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നോക്കിയപ്പം ബാക്കി എല്ലായിടത്തും നല്ല തിരക്കാണ്. പിന്നെ വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചിട്ട് ലോഞ്ചിലിരിക്കാന്ന് വെച്ചിട്ടുണ്ട്. ലോഞ്ചെല്ലാം ഇരിക്കുന്ന സ്ഥലവും നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ബർഗർ കിങ്ങിൻ്റെ അകത്ത് ഞങ്ങൾ നോക്കിയപ്പം കുറച്ച് സീറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അപ്പം നമ്മൾ ബർഗർ കിങ്ങിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാണേ, ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങിയപ്പോൾ കുറച്ച് സമയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് എയർപോർട്ടൊക്കെ കാണാം, പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ വേണ്ടി ഇറങ്ങിയതാട്ടോ. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് കുറേ കടകളുണ്ടായിരുന്നു. നല്ല വലിയ റേറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ടോയ് ഷോപ്പും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ടോയ് ഷോപ്പിൻ്റെ അടുത്തെത്തുമ്പോൾ എന്താണെന്നറിയത്തില്ല, അവയ്ക്ക് അങ്ങോട്ടൊരു വലിവായിരുന്നു. പിന്നെ അങ്ങനെ പോയി ഒരു കാറൊക്കെ മേടിച്ചു കൊടുത്ത് അവയെ എപ്പോഴാണ് ഒന്ന്
കാറൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവി സമാധാനമായി ഓടാതൊക്കെ തുടങ്ങിയത്. അല്ലെങ്കിൽ എയർപോർട്ടിൽ കിടന്ന് നല്ല ഓട്ടമായിരുന്നു കേട്ടോ. അപ്പം എന്തേ കുറച്ച് എയർപോർട്ടൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ കുറച്ച് നേരമൊക്കെ നടന്നു. ഇനി നമുക്ക് ഗേറ്റിലേക്ക് പോവാം. നമ്മുടെ ഗേറ്റ് നമ്പർ 12 ആയിരുന്നു കേട്ടോ. അപ്പം ഈ 1 to 39 കാണുന്ന ട്രാം നമുക്ക് എടുത്തിട്ട് വേണം 12 ഗേറ്റിലേക്ക് പോകാൻ. ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ല. പിന്നെ ഞങ്ങൾ മടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗേറ്റിലേക്ക് പോവാം. അപ്പം നമ്മൾ ട്രാമിലൊക്കെ കയറി. ട്രാമിൽ കയറി എന്താ പറയുക, സെക്കൻഡ് സ്റ്റോപ്പ്, അതായത് ഇവിടെ 2-3 സ്റ്റോപ്പായിട്ടോ, ഇത്ര ഗേറ്റ് തൊട്ട് ഇത്ര വരെ ഗേറ്റ് വരെ ഒരു സ്റ്റോപ്പ്, അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റോപ്പ്, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം നമ്മളവിടെ കയറി അവിനെയൊക്കെ പിടിപ്പിച്ച് നിർത്തി. പിന്നെ ആൾക്കാർ കയറാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വെബ് ചെക്കിങ്ങും കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ വന്ന് ഗേറ്റിൻ്റെ അവിടെ ഇരിക്കാം കേട്ടോ. നമുക്ക് ഗേറ്റ് നമ്പർ 12 ആണ്. പിന്നെ ഗേറ്റ് നമ്പർ 1 to 19 വരാൻ വേണ്ടി 1 to 19 പിന്നെ 20 to 39 കണക്ഷൻ ട്യൂബ് എടുത്തിട്ട് നമുക്ക് വരണമായിരുന്നു കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ട്യൂബൊക്കെ എടുത്ത് വന്ന് അവിടെ ഒന്നും ഇരിക്കാൻ ഒട്ടും സ്ഥലമില്ലായിരുന്നു. നമ്മൾ കുറേ നോക്കി, പക്ഷെ അവിടെ ഒന്നും ഒട്ടും സ്ഥലമില്ലായിരുന്നു. പിന്നെ അതെ ഗേറ്റിൽ വന്ന് ഇവിടെ ഇരിപ്പായി. നമ്മുടെ ഫ്ലൈറ്റ് ഹാഫ് ആൻ അവർ ഡിലേ ആണെന്നാണ് പറഞ്ഞത്. സോ 2:30ക്കാണ് 1:55 ആയിരുന്നു ടൈമിങ്. ഇപ്പോൾ അത് 2:30ക്കാണ്. സോ അവയാണെങ്കിൽ ഫ്ലൈറ്റ് പോകുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കട്ടോ. ഇത്ര നേരം വഴക്കായിരുന്നു. ഒരു കാറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അതെല്ലാം കൊടുത്തത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബോർഡിങ് ചെയ്യാൻ പോകുക കേട്ടോ. ബോർഡിങ് പോകാൻ ചേർത്ത് അവയ്ക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവയും ഈ ഓർമ്മ മീൻസ് ഒരു അറിവായി തുടങ്ങി. പിന്നെ ആദ്യത്തെ ഫ്ലൈറ്റ് ട്രാവലായിട്ടോ, അതിൻ്റെ ഒരു നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. കാരണം അവിടെ ഇരുന്നപ്പോൾ തന്നെ ഫ്ലൈറ്റൊക്കെ എടുത്തപ്പോൾ ആണെങ്കിലും അവ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. രക്ഷയിലായിരുന്നു. ഭയങ്കര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ടേക്ക് ഓഫും കഴിഞ്ഞു കേട്ടോ. അനൗൺസ്മെൻറ്റൊക്കെ കാരണം എനിക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ടയേർഡുമാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് 1 hour ഡിലേ ആണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ദുബായിൽ നിന്ന്. ഇവിടുന്ന് അതായത് സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ നിന്ന് ദുബായിൽ നിന്ന് പിന്നെ കൊച്ചി. രണ്ടും എമിറേറ്റ്സ് തന്നെയാണ് എയർലൈൻസ്. നമ്മൾ കൂടുതലും ബുക്ക് ചെയ്യുമ്പം സെയിം എയർലൈൻസ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ട് എൻ്റെ ഒരു കസിൻ ഒരു പ്രാവശ്യം പോയിട്ട് കഴിഞ്ഞപ്പോൾ 2 എയർലൈൻസ് മീൻസ് കയ്യിൽ വേറെ ഏതൊരു സൈറ്റ് വഴി അവർ ബുക്ക് ചെയ്തത്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ അതായത് രണ്ടും 2 എയർലൈൻസ് ആയിരുന്നു. അപ്പം ഒരു എയർലൈൻ ഡിലേ ആയി കഴിഞ്ഞപ്പം മറ്റേ എയർലൈൻ ഓൺ ടൈം ആയിരുന്നു. അപ്പോൾ അവർ നോക്കാതെ അവർ പോവുകയും ചെയ്തു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബുക്ക് ചെയ്യുമ്പം സെയിം എയർലൈൻസ് തന്നെ കണക്ഷൻ ഫ്ലൈറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ടൈം നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്തും നമ്മൾ
സ്കൈ സ്കാനർ വഴിയാണ് ബുക്ക് ചെയ്തത് കേട്ടോ. അന്നേരം നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അവയുടെ പേരില്ലായിരുന്നു, അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് മീൻസ് ഏത് എയർലൈനാണ് നമ്മൾ ഫ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ തന്നെ വെബ്സൈറ്റിൽ പോയി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക. ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റും കണക്ഷൻ ഫ്ലൈറ്റും എല്ലാം ഇവരുടെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിലും നമുക്ക് ദുബായി ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കതിനെക്കുറിച്ച് എന്താ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ വെയിറ്റ് ചെയ്തോളും നമുക്ക്. മീൻസ് നമ്മളൊരു പാസഞ്ചർ ഉണ്ട്, നമുക്ക് വേണ്ടി എത്ര ടൈം വേണേലും, കാരണം ഇവരുടെ എയർലൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണല്ലോ. അപ്പോൾ അവർ എത്ര ടൈം വേണേലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. നമുക്ക് ഫ്ലൈറ്റ് ഒരിക്കലും മിസ്സാവത്തില്ല. അപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൽ കൂടുതലും ഈ കാര്യം ശ്രദ്ധിക്കുക. എന്താ പറയുക, എയർലൈൻസ് സെയിം കണക്ഷനൊക്കെ ഉള്ളതാണെങ്കിൽ സെയിം എയർലൈൻസ് തന്നെ ചൂസ് ചെയ്യുക. അതുപോലെ അവരുടെ തന്നെ വെബ്സൈറ്റിൽ പോയി ബുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ടിക്കറ്റ് ഇഷ്യൂസോ ഇല്ലെങ്കിൽ പേര് ഇല്ലെന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും ഇവർ തന്നെ നമുക്ക് വേണ്ടി ഇവർ തന്നെ അത് ക്ലിയർ ചെയ്യാൻ നോക്കും. അതെല്ലാം നമ്മൾ ഏതെങ്കിലും സ്കൈ സ്കാനർ ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി വഴിയാണെങ്കിലുണ്ടല്ലോ, ഇവർ പറയും നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലും ഞങ്ങൾ അങ്ങനെ ട്രൈ ഇടും. ഇതേ അവി കയറിയിട്ട് ഉറങ്ങി. കുറച്ച് നേരം ഞാൻ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് അവി ഉറങ്ങിയില്ലേ. അജീഷേട്ടൻ്റെ ഇവിടെ ഇരുന്നത് എന്താ പറയുക, സിനിമയൊക്കെ കാണാനുള്ള മൂഡിലാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്, കാരണം ഇന്നലെ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല, കാരണം നമുക്ക് രാവിലെ എഴുന്നേക്കണമായിരുന്നു. അതുകൊണ്ടൊക്കെ പിന്നെന്താ, അത്രയൊക്കെയാണ്. ഇനി ദുബായ് എയർപോർട്ട് എത്തുമ്പോഴത്തേക്കും ഒരു 12 o'clock ആവും അവിടെ. രാവിലെ നാളെ, അതായത് സൺഡേ 8 o'clock ഇനി എനിക്കറിയത്തില്ല ദുബായിൽ നിന്ന് ഫ്ലൈറ്റ് ഓൺ ടൈം ആണോ, അവിടുന്ന് ഡിലേ ഉണ്ടോ എന്നുള്ള കാര്യം. അവി എന്താണല്ലോ ഇറങ്ങി. അവി നല്ല ടയർഡായിരുന്നു, കാരണം എയർപോർട്ട് നിറയെ ഓടിക്കളിച്ച് ഒരുമാതിരി ടയർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി എപ്പോഴും എഴുന്നേക്കണമെന്ന് അറിയത്തില്ല, ഫുഡ് വരുമ്പോൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ദുബായ് എയർപോർട്ട് എത്തിയിട്ടോ. പക്ഷേ നമുക്ക് 1 hour ഉണ്ടായിരുന്നുള്ളൂ ഫ്ലൈറ്റ് മാറിക്കയറാൻ. ഞാൻ ആക്ച്വലി ദുബായ് എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചാൽ വരുന്നത്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭയങ്കര നല്ല എയർപോർട്ടൊക്കെ ആയിരുന്നു എന്ന്. പക്ഷേ എനിക്ക് ഒട്ടും ടൈം കിട്ടിയില്ല, കാരണം നമുക്ക് ജസ്റ്റ് ചെന്ന് കയറാനുണ്ടായിരുന്ന സമയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പോകുന്നത് കണ്ടറിയാം ഭയങ്കര ധൃതി പിടിച്ച് ഓടുവാട്ടോ ചെയ്യുന്നത്. കാരണം അവിടെ ഓൾറെഡി ബോർഡിങ് തുടങ്ങിക്കഴിഞ്ഞായിരുന്നു. ഇപ്പം ഈ ഒരു ഫ്ലൈറ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റിന് വരുന്നവർക്ക് വേണ്ടി ഒരു വെയിറ്റ് ചെയ്യുകയാണ്, കാരണം നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നല്ലോ. ആക്ച്വലി നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ലണ്ടൻ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ടാട്ടോ നമുക്ക് ഒട്ടും സമയം കിട്ടാത്തത്. അങ്ങനെ അതെ നമ്മൾ ഓടിപ്പോയി ബോർഡിങ് ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ എന്തേ നമ്മൾ കൊച്ചി എത്തിയിട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. നമ്മൾ ആരോടും പറയാതെയാണല്ലോ വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വേറെ എൻ്റെ ഒരു കസിൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ അനിയൻ തന്നെയാട്ടോ പിക്ക് ചെയ്യാൻ വരുന്നത്. പക്ഷെ അവൻ അറിയത്തില്ല അവൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നേക്കുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പോയി ഇതേ ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞാൻ അവനവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടോട്ടോ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. അവൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ളൊരു പോക്കിലാട്ടോ. പിന്നെ അവൻ കാണരുതല്ലോ ഞങ്ങൾ ഇറങ്ങി വരുന്നത്, അവൻ അവിടെ എവിടെയെങ്കിലും നിൽപ്പുണ്ടോ എന്നുള്ളൊരു ജസ്റ്റ്, കാരണം നമുക്ക് ഷൂട്ട് ചെയ്യുവാൻ വേണം. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ഞാൻ നോക്കി പോവാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇത് ഇറങ്ങിയത് അവനെ കണ്ടുപിടിച്ചു. അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്തായിരിക്കുമായിരുന്നു കേട്ടോ. അവനൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളാ വരുന്നതെന്നുള്ളത്. അപ്പം കണ്ടില്ലത് ഭയങ്കര ചിരിച്ചു. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനൊരു മൊമെൻ്റ് ഇനി കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഭയങ്കര എന്നെ കണ്ടതിനേക്കാളും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് അവനെ കണ്ടതിനെ ആയിരുന്നു കേട്ടോ. അപ്പം എന്തെങ്കിലും നമ്മൾ വീട്ടിലെത്തി അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ, അച്ഛൻ ജോലിക്ക് പോയേക്കുമായിരുന്നു. അപ്പം എന്തെങ്കിലും നമ്മൾ സൗണ്ട് ഉണ്ടാക്കാതെ പയ്യെ പോവുക കേട്ടോ. ആദ്യം ഫ്രണ്ടിൽ കൂടെ കയറാമെന്ന് വിചാരിച്ചത്. അപ്പം എൻ്റെ അനിയൻ പറഞ്ഞു അമ്മ വെളിയിൽ നിൽപ്പുണ്ടെന്നാണ് തോന്നുന്നത്, പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെന്ന് വിചാരിച്ചു ശരി നമുക്ക് ബാക്കിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിണ്ടാതെ പോവാം കേട്ടോ. കാരണം ഇതിലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ മൊത്തം ഡ്രോപ്പ് ആവും. അപ്പം പയ്യെ പോയി അമ്മ എന്തെന്ന് നോക്കട്ടെ.
അമ്മയുടെ സർപ്രൈസ് കഴിഞ്ഞപ്പോൾ എന്തേ അപ്പച്ചി വന്നു. അപ്പച്ചി വന്നു കഴിഞ്ഞപ്പോൾ എന്തേ ആകെ സർപ്രൈസായി. എൻ്റെ അനിയനിട്ടാണെങ്കിൽ ഭയങ്കര അടിയൊക്കെ കൊടുക്കുക, ദേഷ്യപ്പെടുമോ, നീ എന്താ പറയാതെ പോയത്, ഇവരാ വരുന്നത് പറയാത്ത എന്നാന്നൊക്കെ വിചാരിച്ചു. ആക്ച്വലി അവനും അറിയത്തില്ലായിരുന്നു ഞങ്ങൾ വന്നതാണ്. അതൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അച്ഛൻ വന്നത് ഈവനിങ് ആട്ടോ. അപ്പോൾ ഞങ്ങൾ അവിയുടെ അടുത്ത് ഒച്ച ഉണ്ടാക്കല്, അപ്പൂപ്പ കയറി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പം അവിയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് കൂവിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതേ അച്ഛൻ വന്ന് കയറി. അച്ഛനാണെങ്കിൽ ചോദിക്കുന്നത് നല്ല രസമായിരുന്നു. അച്ഛൻ എന്താ ഇവിടെ? അച്ഛൻ ഭയങ്കരമായിട്ട് എല്ലാവർക്കും അവിനെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെക്കാളും കൂടുതൽ എല്ലാവർക്കും അവിനെ കണ്ടതിൻ്റെയും എന്താ പറയുക അവിയുടെ ഒരു കാരണം നമുക്കൊക്കെ ഉള്ള വിലയൊക്കെ പോയി തുടങ്ങി. ഇപ്പോൾ അവിക്കാണ് കൂടുതൽ ഡിമാൻഡും, അവിക്കാണ് ഭയങ്കര എന്താ പറയുക കാര്യങ്ങളും എല്ലാം. അങ്ങനെ അച്ഛൻ വന്നു. അങ്ങനെ അച്ഛനും സർപ്രൈസായി. എല്ലാവർക്കും നല്ലൊരു സർപ്രൈസ് ആയിരുന്നു, നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ ഓർത്ത് വെക്കാനും എല്ലാം ആയിട്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്ത് നമ്മളിനി അജയ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അജയ് ചേട്ടൻ്റെ വീട് പത്തനംതിട്ടയിലാണ്, എൻ്റെ വീട് തൊടുപുഴയിലും. അപ്പം നമുക്കിനി അവിടെ പോയി അവിടെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ഒരു 3 hours ട്രാവലുണ്ട്. അപ്പം നമ്മളിത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണേ. അങ്ങനെ നമ്മൾ പത്തനംതിട്ടയിൽ എത്തിയിട്ടോ. ഉച്ചയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ വെയിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ആ ഒരു 0 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു ടെമ്പറേച്ചറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക അൺസൈക്കബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ പോയി ബെല്ലൊക്കെ അടിച്ച് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അവർ പെട്ടെന്ന് വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അമ്മ ഒട്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കുന്നില്ല നമ്മളായിരിക്കും എന്നുള്ളത്. അമ്മ വേറെ ആരെങ്കിലും ഒന്ന് വിചാരിച്ചായിരിക്കും വന്ന് കഥ തുറക്കുന്നത്. നോക്കാം എന്തായിരിക്കും അമ്മയുടെ ആദ്യത്തെ റിയാക്ഷൻ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുക, ഇല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അമ്മ വന്നു. അമ്മ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അമ്മയാണെങ്കിൽ അജേഷന് ചീത്ത പറയാം, എന്താ പറയാതെ വന്നേ, ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടോ. അമ്മ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് അജേഷൻ്റെ അടുത്ത്. വണ്ടി കൊണ്ടുപോകുന്ന